Hi friends, welcome back to our channel Zoya's Fairyland. എല്ലാവരും സുഖമായിരിക്കല്ലേ? സോ ഇന്ന് നമ്മൾ പോണത് ബ്രൈമോർ എസ്റ്റേറ്റിലാണ്. ഇതിന്റെ ഫസ്റ്റ് ടൈമാണ് പോണത്. ഫസ്റ്റ് ടൈം ഒന്നുമല്ല മന്നു, നമ്മൾ 2 years ബാക്ക് ഇതിനു മുന്നേ നമ്മളിവിടെ പോയിട്ടുണ്ട്. മന്നുവിന് അല്ലെങ്കിലും ഭയങ്കര മർദ്ദിയല്ല മന്നു, 2 years മുന്നേ നമ്മളിവിടെ വന്നിട്ടില്ലേ? യെസ്, എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് മന്നുന് ഭയങ്കര ഓർമ്മക്കുറവ് കേട്ടോ. മന്നുവിന്റെ ഓർമ്മക്കുറവ് കാരണം നമ്മളിപ്പം വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത് അല്ലേ? എന്താ നമ്മള് വോയിസ് ഓവർ ചെയ്യാനുള്ള കാരണം പറഞ്ഞേ? നമ്മള് ഇന്നലെ രാത്രി നൈറ്റ് പ്ലാൻ ചെയ്തത് ഒരു 7 ഇറങ്ങാന്നാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ നല്ല ലേസി ആയിട്ട് കുറെ ഉറങ്ങി. അപ്പൊ നമ്മൾ നല്ല ഹറി ബറിയായിട്ട് എല്ലാം എടുക്കണമായിരുന്നു. നമ്മൾ 7 ഇറങ്ങാന്ന് വെച്ച് പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മൾ എണീറ്റ് എല്ലാം റെഡി ആയപ്പോൾ നമ്മൾ ലേറ്റ് ആയി. ഒരു 8 o'clock കഴിഞ്ഞ ശേഷം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ എല്ലാം ഹറി ബറിയായിരുന്നു. മന്നുനോട് പറഞ്ഞു, മന്നു മൈക്ക് എടുത്തു, പേഴ്സ് എടുത്തു. മന്നു യെസ് മമ്മ, ഞങ്ങൾ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, മൈക്കൊക്കെ പക്കയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ട് നമുക്ക് സംസാരിക്കണമല്ലോ, അപ്പൊ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴാ എന്താ പറ്റിയ മന്നു? ഞാൻ മൈക്ക് മാത്രം എടുത്തോണ്ടെന്ന് കണക്ടർ എടുത്തില്ല. അങ്ങനെ ഞങ്ങളിപ്പോ വോയിസ് ഓവർ ചെയ്യുന്നു. അതുപോലെ ഞങ്ങൾ പേഴ്സ് എടുത്തിട്ട് വന്നില്ല. ആക്ച്വലി സ്റ്റാർട്ടിങ് ട്രിപ്പ് ഭയങ്കര കൺഫ്യൂസ്ഡും ട്രബിളും ഒക്കെ ആയി. പക്ഷെ നമ്മൾ ലാസ്റ്റ് കൊണ്ട് അടിച്ചു പൊളിച്ചു അല്ലേ? നമ്മള് നല്ല ഫണ്ണി ട്രിപ്പ് ആയിരുന്നു. നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. ഞങ്ങൾ പേഴ്സ് എടുക്കാൻ മറന്നു, എല്ലാം ആകെ ഒരു ഇതായി. പക്ഷെ നമ്മൾ വോട്ടെവർ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്ത് കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ പോണോന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ നടക്കാത്തൊരു ട്രിപ്പായിരുന്നു. പക്ഷെ ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ശരി, പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ഇറങ്ങി അല്ലേ? യെസ്, നമ്മൾ പോയത് പാലോഡ് ജംഗ്ഷൻ വഴിയാണ്. പാലോട് ജംഗ്ഷൻ വഴിയാണ് പോയത്. നമ്മൾ ജംഗ്ഷനിൽ നിന്നാണ് ഫുഡ് കഴിച്ചത് അല്ലേ? നല്ല ഫെയർ റേറ്റിലായിരുന്നു നമുക്ക് ഫുഡ് തന്നത് അല്ലേ? എന്താ ഫെയർ റേറ്റ് ആയിരുന്നു. ഇത് പാലോട് ജംഗ്ഷനൊക്കെ ഇച്ചിരി വലിയ ജംഗ്ഷനാണ്. ബാക്കി അങ്ങ് പോകുമ്പോൾ ഫുള്ള് ഉള്ള ഏരിയ ആണ്, ഫുൾ റൂറൽ ഏരിയ, വില്ലേജ് പോലെയാണ്. നമ്മള് കയ്യിൽ കാശ് കരുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ATMസിലൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് ATMs ഉണ്ട്, കുറെ ലോങ് പോണം, അടുത്തടുത്തൊന്നുമില്ല. പിന്നെ മിക്ക ATMസിലും സൺഡേസിലൊന്നും കാശ് ഉണ്ടാവത്തില്ല, അവൈലബിൾ ആയിരിക്കത്തില്ല. അതുകൊണ്ട് നമ്മൾ കുറച്ച് കാശ് കയ്യിൽ കരുതുന്നതാണ് ഏറ്റവും നല്ലത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പാണ്. പോകുന്ന പെട്രോൾ മാത്രമേ ഉള്ളൂ, ബാക്കി അങ്ങനെ വലിയ കാശൊന്നും നമുക്ക് ആവത്തില്ല അല്ലേ? അത്ര കാശൊന്നും ആവില്ല. നമ്മളിപ്പോ കുരിശടി എത്തിയിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കാനുള്ള. ഇവിടെയാണ് ചെക്ക് പോസ്റ്റ്, ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ളത്. സോ അവര് നമുക്കൊരു നോട്ട് തരും, അതിൽ നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും എഴുതണം. പിന്നെ ഇതിന്റെ അടുത്ത് ഒരു 2 ഷോപ്സ് ഉണ്ടാവും. ഒരു ചെറിയ ഷോപ്പ്, അവിടെ മിച്ചർ, സ്നാക്സ്, അതുമല്ല വെള്ളമൊക്കെ കിട്ടണം. നമ്മൾ അവിടെ നിന്ന് വെള്ളം വാങ്ങിച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് ടിക്കറ്റ്സ് എടുത്തു അല്ലെ? അഡൾട്ട്സിനും എത്ര ടിക്കറ്റ് ഫെയർ എന്ന് പറഞ്ഞേ? അഡൾട്ട്സിന് 40, കിഡ്സിന് 10. ഓക്കെ, അവിടെ GPay എടുക്കും, കാർഡ് എടുക്കും, കയ്യിൽ കാശും കൊടുക്കാം. അപ്പൊ അവര് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ കൊടുക്കുകയും വേണം. എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവർ നമുക്ക് പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അകത്തോട്ട് കയറ്റി വിടും അല്ലെ? എന്നിട്ട് ഞങ്ങൾ 2 ബോട്ട്, അവിടെ കുഞ്ഞു കടയാണ്, അവിടെ നമ്മൾ ഒരു പാക്കറ്റ് ചിപ്സ്, ഇത് വെള്ളം വാങ്ങിച്ചു. 2 ബോട്ടിൽ വെള്ളമൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് മേലോട്ട് കയറി അല്ലേ? നല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോ കുറേ നല്ല വഴിയായി. എനിക്ക് ഇത് കഴിഞ്ഞിട്ടുള്ള വഴികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മനോന സെയിം, എനിക്ക് അവിടുത്തെ വഴിയൊക്കെ ഇഷ്ടമായി. ബിക്കോസ് ആ ട്രീസിലൊക്കെ ചിലത് യെല്ലോഷ്, ചിലത് ഗ്രീനിഷ്. എനിക്ക് അങ്ങനത്തെ കിളിപ്പച്ച കളർ, മലയാളത്തിൽ അതിനെ കിളിപ്പച്ച എന്ന് പറയും. ആ കളറാണ് മനു ഇഷ്ടമായത് അല്ലേ? അപ്പൊ മനു ഇവിടെ നിന്ന് എന്തൊക്കെയോ പറയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നമുക്ക് അന്നേരം മൈക്കില്ലാത്തത് കൊണ്ട് ഒന്നും റെക്കോർഡായില്ല. ഞാൻ പറഞ്ഞത് ഈ റൂട്ടാണ്. എനിക്ക് ഈ വഴി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിന്റെ കുറച്ച് ഫ്രണ്ടാണ് പറഞ്ഞത്. ആണോ? നമുക്ക് അൺപ്ലഗ്ഡ് വേർഷൻ മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് ഇതുവഴി ഡ്രൈവ് ചെയ്ത് പോയാൽ അടിപൊളി വൈബാ അല്ലേ? നല്ല രസമുള്ള റോഡ്, നല്ല രസമുള്ള എന്താ പറയാ, നല്ല മരങ്ങളിടയിൽ ഇങ്ങനെയൊക്കെ പോകാൻ വേണ്ടി, അതും ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്ത് പോകാൻ നല്ല രസമായിരുന്നു. അധികം ഞങ്ങൾ അവിടെ എത്തിയപ്പോ ഏകദേശം ഒരു 11-11:30 ഒക്കെ ആയി. ഞങ്ങളൊരു 2 o'clock വരെ ഉണ്ടായിരുന്നു ബ്രൈമോർ എസ്റ്റേറ്റ് വരെ. 2 o'clockനാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ അധികം വെയിലൊന്നും ഇല്ലായിരുന്നു അല്ലെ? എനിക്ക് ഈ ട്രീസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് അതിന്റെ ലെങ്ത് കൂടുതലുണ്ടെങ്കിൽ, അതിന് ഹൈറ്റ് കൂടുതലുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് ഇഷ്ടമാവും. പക്ഷെ അതിന് നല്ല ഹൈറ്റ് ഉള്ള മരങ്ങൾ മനോന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഐ ഡോണ്ട് ലൈക്ക് കോക്കനട്ട് ട്രീസ്. യു ഡോണ്ട് ലൈക്ക് കോക്കനട്ട് ട്രീസ്? അതെന്താ? കേരളത്തിന്റെ ഏറ്റവും വലിയ എന്താ പറയാ അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞ് വെറുതെ പണി വാങ്ങുന്നത്. എന്നാലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗമുള്ള ഒരു കാര്യമാണ് കോക്കനട്ട് ട്രീസ്. പക്ഷേ ഐ ഡോണ്ട് നോ വൈ. പക്ഷെ മനു ഇങ്ങനത്തെ മരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. തോന്നുന്നു ഇവിടെ റിസോർട്ടിനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ചെറിയ ടെന്റ് പോലെ, ട്രീ ഹൗസ് പോലെയൊക്കെ ഇവിടെ സൈഡിൽ കിട്ടുന്നുണ്ടായിരുന്നു. അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നതേ ഉള്ളൂ.
ഇവിടെ നമുക്ക് അത്യാവശ്യം കുറച്ചങ്ങോട്ട് കയറണം, ഡ്രൈവ് ചെയ്ത് തന്നെ പോവാം, പക്ഷെ കുറച്ചങ്ങോട്ട് പോകണം. പക്ഷെ നല്ല രസമുള്ള റോഡും അല്ലെ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വന്നോ? എനിക്ക് ഇഷ്ടമായി. ഞാൻ നല്ല സ്ലോയിലാണ് പോയത്, കാരണം മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് നല്ല സ്ലോ ആയിട്ടാണ് ഞാൻ പോയത്. ഇവിടെ കുറെ ട്രീസും ബുഷസേ ഉണ്ടാവും, ലൈക്ക് കുറെ ഫ്ലവേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ലൈക്ക് മോസ്റ്റ്ലി ഗ്രീനറിയാ. ഗ്രീനറി ഫുൾ ഗ്രീനറിയാ. കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു റയർലി. നീ ഏത് ഫ്ലവർ ഉണ്ട്? ഞാനൊരു ഫ്ലവർ, ഞാൻ ലൈക്ക് ഗ്രൗണ്ടിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു ഫ്ലവർ. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ഇവിടുന്ന് ഡ്രൈവ് ചെയ്യുമ്പോൾ ദൂരോട്ട് നോക്കുമ്പോൾ ഉള്ള മരങ്ങളുണ്ടല്ലോ, അതിന്റെ വുഡ്സ് ഒക്കെ ഇങ്ങനെ നീണ്ടിരുന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ മേഘങ്ങളൊക്കെ കാണത്തില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എടുത്ത വീഡിയോ എത്രത്തോളം നന്നായിട്ട് ക്യാപ്ചർ ചെയ്തതെന്ന് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു അല്ലേ? അല്ല, മമ്മ ഡ്രൈവ് ചെയ്യുമ്പം ഈ റോഡും ട്രാവലും എല്ലാം മഞ്ഞും എടുത്തത് അല്ലേ? ഇവിടെയാണ് ചർച്ചും ഒരു അമ്പലവും വരുന്നത്. ചെറിയ ചർച്ച്, ഒരു ചെറിയ അമ്പലം. ഒരു വല്ലാത്തൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു ഇവിടെ. ആ ഒരു നേച്ചറും ആ ഒരു അറ്റ്മോസ്ഫിയറും എനിക്കറിയില്ല, വല്ലാത്തൊരു പോസിറ്റീവ് വൈബായിരുന്നു. അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇറങ്ങി റീൽ എടുക്കണമെന്ന് പ്ലാൻ ചെയ്തു, പക്ഷെ റീൽ എടുത്തില്ല. ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, വാപ്പിയും മോളും കൂടെ ഉള്ള കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. എന്താ തോന്നുന്നേ പറ? എനിക്ക് ലൈക്ക് ഇറ്റ് വാസ് ഓക്കേ ഫോർ മീ. So it was like fun and adventurous, but ഞാൻ അപ്പൊ തന്നെ പേടിച്ചിരുന്നു, ലൈക്ക് വീഴുവോ, ലൈക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, വീഴൂലേ എന്ന് പറഞ്ഞ് അങ്ങനത്തെ ചെറിയ പേടി ഉണ്ടായിരുന്നു. പക്ഷെ അടിപൊളി ട്രിപ്പ് ആയിരുന്നു അല്ലേ? നല്ല, ഇറ്റ് വാസ് അമേസിങ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പക്ഷെ മന ക്രോക്സ് ഇട്ടിട്ട് വന്നത് അല്ലേ? നമ്മൾ പ്ലേസിൽ പോകുമ്പോ ഷൂസ് ഇടാൻ ഞാൻ ക്രോക്സ് ആണ് ഇട്ടുകൊണ്ട് വന്നത്. ഇവിടെ ഇരുന്നപ്പോ ചെറിയ പേടി ഉണ്ടായിരുന്നു, ഞാൻ സ്ലിപ്പ് ആവോ. എങ്ങനെയുണ്ടായിരുന്നു വാട്ടറിൽ ടച്ച് ചെയ്തപ്പോൾ ഫീല്? നല്ല തണുത്ത വെള്ളമായിരുന്നു അല്ലേ? ഭയങ്കര പ്യൂർ ആയിട്ട്, ഭയങ്കര തണുത്ത, ഭയങ്കര ഫ്രഷ് വാട്ടർ അല്ലേ? നമുക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ, നല്ല ഭയങ്കര പ്യൂർ ആയിട്ടുള്ള. അങ്ങനെ നമ്മളിതാ അവിടെ നിന്ന് കാലൊക്കെ നനച്ചു കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് കാറില്. ഇനി നമ്മൾ സ്ട്രീറ്റ് പോണത് എവിടെ നിന്നറിയാവോ? നമ്മൾ പോണത് പ്രൈമർ എസ്റ്റേറ്റിലാണ്. ഇനി അവിടെ എസ്റ്റേറ്റ് നമുക്ക് അവിടുത്തെ താഴെ നിന്നൊരു ചേച്ചി പറഞ്ഞു തന്നു, കാറിന് സെപ്പറേറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. 200 rupees ആണ് കാറ് കയറണമെങ്കിൽ കൊടുക്കേണ്ടത്. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, പക്ഷെ അവിടെ നിൽക്കുന്ന 2 ചേട്ടന്മാരും ഒരു അപ്പൂപ്പനും ഉണ്ട്, അവര് കാശ് മേടിക്കും. അത് കുറച്ചങ്ങോട്ട് പോകുന്തോറും ഭയങ്കര കുഞ്ഞു വഴിയല്ലേ? നമ്മള് ആദ്യം വിചാരിച്ചു കുറച്ചും കൂടെ സ്പേസ് ഉള്ള നല്ല റോഡായിരിക്കും എന്ന് വിചാരിച്ചു. പോകെ ഭയങ്കര കുഞ്ഞിതായി. പിന്നെ കുറച്ചു മേലെ കയറിയപ്പം കുറച്ച് ഗുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡായി. പിന്നെ ഈ മേലോട്ട് പോകുന്ന വഴിക്ക് ഒരു സൈഡിലോട്ട് പോകുമ്പോൾ വെസ്റ്റേറ്റും, പിന്നെ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ കുളവുമാണ്, കുളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷെ ഞങ്ങൾക്ക് പൊന്മുടി പോകുന്നോണ്ടുള്ളതുകൊണ്ട് ആ സ്ഥലത്ത് പോകാൻ പറ്റിയില്ല. നേരത്തെ നിങ്ങൾ ഒരു പ്ലേസ് ഉണ്ടില്ലേ, കുറച്ച് ഗ്രീനറിയും പിന്നെ മേലെ കുറച്ച് ക്ലൗഡ്സ് കാണാൻ പറ്റിയത്, ആ സ്ഥലമായിരുന്നു എൻ്റെ ഫേവറേറ്റ്. ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഇറ്റ് വാസ് മാർവലസ്, ഫാന്റാസ്റ്റിക് ആൻഡ് വണ്ടർഫുൾ ആൻഡ് അമേസിംഗ്. It was so good. നമ്മള് മേലോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. കുറച്ച് ദൂരം പോകണം. അവിടുന്ന് നമ്മൾ അത് കഴിഞ്ഞ് അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട്, ടിക്കറ്റ് ഒന്നും അല്ല, ജസ്റ്റ് ആ ചേട്ടന്മാർക്ക് കാശ് കൊടുത്ത 200 രൂപ. നമ്മള് പിന്നെ ആദ്യം നല്ല വേണ്ട പറഞ്ഞ, പിന്നെ കുറെ ചേട്ടന്മാർക്ക് സംസാരിച്ച് അവര് നമുക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തന്നു അല്ലേ? വെറും 200 rupees. നമ്മളിങ്ങനെ ഫ്രണ്ടിൽ പോണ വഴിക്ക് അങ്ങനെ തന്നെ ഈ വഴി ചെറുതാവണുണ്ട്, പൊന്മുടിയെ പോലത്തെ വഴി ആവണുണ്ട്. ഞങ്ങൾ പിന്നെ മേലോട്ട് കയറി. അത്യാവശ്യം കുറച്ച് ദൂരം അത് ഡ്രൈവ് ചെയ്ത് പോണം. അങ്ങോട്ട് മേലോട്ട് കയറും തോറും കുഞ്ഞു വഴിയാണ്. ഞാൻ പേടിച്ചു, ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ റിവേഴ്സ് എടുക്കും, എങ്ങിട്ട് വളയ്ക്കും. പക്ഷെ ഒരു വണ്ടിയും വന്നില്ല, നമ്മുടെ വണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ ബാക്കിൽ നിന്നേ വണ്ടി ഉണ്ടായിരുന്നുള്ളൂ, അല്ല ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാൻ വേറെ വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇവിടെ കുറെ കട്ടർ ഉണ്ടായിരുന്നു. കുഞ്ഞു വഴിയാണെങ്കിൽ ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് വേറെ വണ്ടി വരുമോ എന്നുള്ളൊരു പേടിയല്ലാതെ വേറൊരു പേടി, എനിക്കെന്ത് പേടി. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു അല്ല? എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു അറ്റ്മോസ്ഫിയർ, എന്താ നേച്ചർ, അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു 4-5 മണിവരെയൊക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറ്റി വിടത്തുള്ളൂ എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ കയറ്റി വിടില്ലാന്ന് തോന്നുന്നു. ശരിയാണ്, കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇരുട്ടാവും. ഇരുട്ടായ പോസ്റ്റ് ഒന്നുമില്ല, ഇങ്ങനെ കാണാൻ പറ്റും ഒന്നുമില്ല. നമുക്ക് 4 മണിവരെയൊക്കെ 4-5 മണിവരെയൊക്കെ കയറ്റുള്ളൂ തോന്നുന്നു.
ആദ്യം കൺഫ്യൂഷൻ ആയിട്ടോ. പ്രൈമർ എസ്റ്റേറ്റ് കുറച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇനി പോണോ, പോയി കഴിഞ്ഞാൽ എത്തത്തില്ലേ, ഇനി ഒരുപാട് കയറണോ, ഇനി ഞാൻ വഴി തെറ്റിയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അവിടെ എത്തുമ്പോൾ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു തന്നു, റൈറ്റ് സൈഡിൽ പോകുന്നത് കുളവും ഇങ്ങോട്ട് പോകുന്നതാണ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും എസ്റ്റേറ്റിൽ പോയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങനെ ഞങ്ങൾ എസ്റ്റേറ്റിന്റെ ഫ്രണ്ടിലെത്തി. ഈ ഫ്രണ്ടിൽ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അവിടെ നിന്ന് കയറാനുള്ള ഒരു ഇറങ്ങിയുള്ള ആ ഒരു ധൃതിയിൽ ഞങ്ങൾ ആ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അകത്തോട്ട് ഞങ്ങള് വാപ്പിയും ഞാനും മോളും കൂടെ ഇങ്ങനെ പോയി അല്ലേ, നമ്മൾ അങ്ങോട്ട് കയറി എക്സ്പ്ലോർ ചെയ്യാം. എക്സ്പ്ലോർ. അവിടെ കുറെ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, അവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ആയിരുന്നു. ഈ പണ്ടത്തെ തറവാടൻ വീടുകളിലൊക്കെ പോകുന്ന കണക്കാണ് ആ സ്റ്റെപ്പും. ഇവർക്കത് കുഞ്ഞുകുട്ടികൾക്ക് മോക്കൊക്കെ അത് വലിയൊരു പുതിയൊരു അനുഭവമായിരിക്കും അല്ലേ. നമ്മളൊക്കെ പിന്നെയും പഴയ തറവാട്ടിലൊക്കെ പോയിട്ടുള്ളതുകൊണ്ടും എടുത്തുകൊണ്ടും നമുക്ക് ഏകദേശം ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പീരിയൻസ്. പക്ഷെ പഴയതാണെങ്കിലും നല്ല നീറ്റ് ആയിരുന്നു, ഭയങ്കര നീറ്റ് ആയിരുന്നു കേട്ടോ. ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി വേറൊരാളുടെ ആണെങ്കിൽ അവിടെ ഒരു അമ്മൂമ്മ ഉണ്ട്, അമ്മൂമ്മ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തന്നു. പക്ഷെ ഭയങ്കര നീറ്റ് ആയിട്ടാണ് അവർ ഈ സ്പേസ് വെച്ചേക്കുന്നത്. നമുക്ക് ആ ജനലിന്റെ അകത്തൂടെ നോക്കുമ്പോൾ വീട്ടിന്റെ അകമൊക്കെ കാണാം. പക്ഷെ എന്ത് ഭംഗിയായിട്ട് ആ വീട് വെച്ചേക്കുന്നതെന്നറിയോ. പഴയ വീടാണെങ്കിലും ഉള്ള സാധനങ്ങൾ നല്ല നീറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് ഫൺ ഗോയിങ് ഹിയർ. പിന്നെ അവിടുത്തെ വ്യൂ, ദ അറ്റ്മോസ്ഫിയർ വാസ് ഗുഡ് ആൻഡ് I don't know how to explain it to you. I have no words. അടിപൊളിയായിരുന്നു. It was amazing, marvelous. ഭയങ്കരമായിട്ട് നേച്ചറുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു സൈലന്റ് ആയിട്ടുള്ള സ്ഥലം. ഭയങ്കര ക്രൗഡൊന്നുമില്ല. മേ ബി നമ്മൾ പോയ സമയത്ത് അധികം ക്രൗഡ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും, ഞങ്ങൾക്ക് അറിയില്ല ഇതിന് പിന്നീട് എപ്പോഴെങ്കിലും ക്രൗഡ് ഉണ്ടോ. ഇതിന് മുന്നേ വന്നപ്പോൾ കുരിശടിയിൽ ഭയങ്കര ക്രൗഡായിരുന്നു ഈവനിങ് വന്ന സമയത്ത്. പക്ഷെ ഇത്രയും സൈലന്റ് ആയിട്ട് കിട്ടിയതാണ്. എനിവേ ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളെ കൂടെയുള്ള നിങ്ങളുടെ ഈ യാത്രയും ഞാൻ ഒരു 10% നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അല്ലേ. Yes. അപ്പം see you on next video.